ഇന്ന് ഞങ്ങൾ വിശുദ്ധ നാടിനോട് വിട പറയുകയാണ്. ഈജിപ്തിലേക്കുള്ള യാത്രയാണ്. ഏതാണ്ട് 6 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്ര. ഈജിപ്ത് ഇസ്രായേൽ ബോർഡറായ താബയിലേക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഏതാണ്ട് 80 കിലോമീറ്റർ ദൂരം ചാവുകടലിൻ്റെ തീരത്തുകൂടിയാണ് ഞങ്ങളുടെ യാത്ര. പിന്നെ ജൂദയ മരുഭൂമിയിലൂടെ. ഇസ്രയേലിൻ്റെ അവസാന പട്ടണമായ എലാത്തിനടുത്താണ് താബ ബോർഡർ. ചെങ്കടലിൻ്റെ ഇസ്രയേൽ ഭാഗം എലാത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഞങ്ങൾ ബോർഡറിൽ എത്തിച്ചേർന്നു. ഇസ്രയേലിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ ശേഷം ഞങ്ങൾ അടുത്ത രാജ്യമായ ഈജിപ്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും നല്ല ത്രില്ലിലാണ്. പുതിയ രാജ്യം, പുതിയ സംസ്കാരം, പുതിയ ബസ്, പുതിയ ഗൈഡ്. അവിടുത്തെ പ്രതിനിധി ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ ലളിതമാക്കി. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളെ കാത്ത് പുതിയ ഗൈഡ് നാസർ പുറത്തുണ്ടായിരുന്നു. ഇനി 3 ദിവസം ഇവരാണ് കൂടെയുള്ളത്. എല്ലാവരും ബസ്സിൽ കയറി. ചെങ്കടലിൻ്റെ തീരത്തുള്ള മനോഹരമായ ഒരു റിസോർട്ട്. ഇനി നാളെ രാവിലെ വരെ ഫ്രീ ആണ്. എല്ലാവരും ചെങ്കടലിൻ്റെ ബീച്ചിൽ സ്വിം ചെയ്തും റിസോർട്ടിലെ സൗകര്യങ്ങൾ ആസ്വദിച്ചും രുചികരമായ ഭക്ഷണം കഴിച്ചും കിടന്നുറങ്ങി. ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്കൗട്ടാണ്. എല്ലാവർക്കും ഒരു ദിവസം കൂടി ഇവിടെ ചെലവഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവരും ബസ്സിൽ കയറി. ഗൈഡ് നാസർ ഈജിപ്തിലെ ഞങ്ങളുടെ യാത്രയുടെ ഒരു ഏകദേശ വിവരണം തന്നു. ഞങ്ങൾ ഇന്ന് ആദ്യം പോകുന്നത് സെൻറ്റ് കാതറിൻ മൊണാസ്ട്രി കാണുവാനാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1585 മീറ്റർ ഉയരത്തിലാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. 2.5 മണിക്കൂർ ദൂരമുണ്ട് ബസ്സിൽ. ബസ് പാർക്കിങ്ങിലെത്തിയ ശേഷം ചെറിയ ടാക്സികളിലാണ് മൊണാസ്ട്രിയിലെത്തുക. ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുത്ത സീനായി മലയുടെ അടിവാരത്തിലാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഗ്രീക്ക് ഓർത്തഡോക്സ് മൊണാസ്ട്രിയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ മൊണാസ്ട്രിയിലുള്ളത്. മോശ തൻ്റെ ഭാര്യയായ സിപ്പോറയെ കണ്ടെത്തിയ കിണർ, മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട എരുതിയിൽ അണയാത്ത മുൾപ്പടർപ്പ്, സെൻറ്റ് കാതറിൻ്റെ റെലിക്സ് അടങ്ങിയ ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയം എന്നിവയാണവ. AD 548-നും 565-നും ഇടയ്ക്കാണ് ഈ മൊണാസ്ട്രി നിർമ്മിച്ചത്. ബൈസന്റൈൻ ഭരണാധിപനായ ജസ്റ്റിനിയൻ ഒന്നാമനാണ് ഇത് നിർമ്മിച്ചത്.